പ്രവർത്തനം ആരംഭിച്ച ഒരാളല്ല. മാർക്സിൻ ലെനിനിസത്തെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിച്ചറിഞ്ഞ ആ അനുഭവത്തെ മാർക്സിൻ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ നമ്മുടെ രാജ്യത്തെ അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സഖാവ് വി.എസ്. വി.എസിനെ പറ്റി പറയുമ്പോൾ പലരും പറയാറുണ്ട്, വി.എസിൻ്റെ വിദ്യാഭ്യാസ ഉള്ളടക്കം 7ാം ക്ലാസ് മാത്രമാണ്. 7ാം ക്ലാസ് മാത്രം ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നേടിയ അനുഭവം അത് മുതൽക്കൂട്ടാക്കി ഒരു സമൂഹത്തെ ആകെ നയിക്കുന്നതിന്, ആ സമൂഹത്തിന് കൃത്യമായ രാഷ്ട്രീയ അർത്ഥശാസ്ത്ര തലം നൽകുന്നതിന് ഈ മാർക്സിൻ ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനത്തിലൂടെ, തൻ്റെ അനുഭവങ്ങളിലൂടെ, അത് തൻ്റെ അനുഭവം മാത്രമല്ല സമൂഹത്തിൻ്റെ പൊതുവായ അനുഭവത്തിലൂടെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാർക്സത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രത്യയശാസ്ത്ര രചനയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്താണ് സഖാവ് വി.എസ്. ഉള്ളത്. അതാണ് വി.എസിൻ്റെ പ്രത്യേകത. സാധാരണ രീതിയിൽ ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു പാർട്ടി നേതാവ് എന്ന രീതിയിൽ മാത്രമല്ല, തൻ്റെയും തൻ്റെ സമൂഹത്തിൻ്റെയും ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാർക്സിൻ ലെനിനിസത്തിൻ്റെ മൂശയിൽ നിന്ന് എങ്ങനെ പടച്ചട്ടയണിഞ്ഞ യോദ്ധാക്കളെയും പോരാളികളെയും നമുക്ക് സൃഷ്ടിക്കാനാവും, ആ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പൊതുസമൂഹത്തിന് എങ്ങനെ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനാവും എന്ന് മാർക്സിൻ ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ പ്രത്യയശാസ്ത്രത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ആദരവ് നേടിയ, ആ നേട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച കേരളത്തിലെ വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് വി.എസ്. വി.എസിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് നേടാനായത്, ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ സാമൂഹ്യ വീക്ഷണത്തിൽ നിന്നും തുടങ്ങി ഈ സാമൂഹ്യ പരിവർത്തനത്തിന് ദിശാബോധത്തിലൂടെ മുന്നോട്ടേക്ക് നയിച്ച് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾക്ക് സ്വയവും മറ്റുള്ളവരെ അതിൻ്റെ ഭാഗവാക്കായും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയാണ്, സമരങ്ങളിലൂടെയാണ്, പഠനങ്ങളിലൂടെയാണ്, പുതിയ പുതിയ നാമ്പുകൾ രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്നതിലൂടെയാണ് സഖാവ് വി.എസ്. ഈ ആധുനിക കേരളത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഫലപ്രദമായ രാഷ്ട്രീയ ഇടപെടൽ, സംഘടനാപരമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ പ്രത്യയശാസ്ത്രം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് മാർക്സത്തിൻ്റെ ദാർശനികവും മാർക്സത്തിൻ്റെ അർത്ഥശാസ്ത്ര തലവും ഉൾപ്പെടെ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിലേക്ക്, അതിൻ്റെ ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ അനുഭവം കൂടി ഉൾച്ചേർത്ത് നമ്മൾ സമൂഹത്തിന് നൽകുന്ന സംഭാവനയാണ് പ്രത്യയശാസ്ത്രം. അതാണ് യഥാർത്ഥത്തിൽ പ്രത്യയശാസ്ത്രം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ സംഭാവന നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി, അതിലൊരാൾ ഇ.എം.എസിനെയും കൃഷ്ണപിള്ളയെയും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, അവരോടൊപ്പം സഖാവ് വി.എസിനെയും നമ്മൾ ആ രീതിയിലാണ് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ കൃഷ്ണപിള്ള ഈ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവിയായിരുന്നു. ഞാൻ ആദ്യം കൃഷ്ണപിള്ളയെ പറ്റി പറയുന്നത് ഇ.എം.എസ് ആണല്ലോ നമ്മളെല്ലാം അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും ബുദ്ധിജീവിയും. പക്ഷെ അക്കാദമിക് തലത്തിൽ ഉയർന്നു വന്ന ഒരു പശ്ചാത്തലം, പാരമ്പര്യം സഖാവ് ഇ.എം.എസിനുണ്ട്. കൃഷ്ണപിള്ളക്കതില്ല.
അതേ തലത്തിലുള്ള ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ബുദ്ധിജീവികളിൽ ഒരാളായി വേണം ഞാൻ ഈ പ്രക്രിയയെ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രക്രിയയെ, ഈ സാമൂഹ്യ മുന്നേറ്റത്തെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ കെൽപ്പ് നേടിയ ഈ കേരളത്തിലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെയും അതോടൊപ്പം നിൽക്കുന്ന കർഷക ജനവിഭാഗത്തെയും സാധാരണ ജനങ്ങളെയും ബുദ്ധിജീവികളെയും ഉൾപ്പെടെ മുന്നോട്ടേക്ക് നയിച്ച കേരളം കണ്ട വിപ്ലവകാരിയായ ബുദ്ധിജീവിയാണ് സഖാവ് VS അച്യുതാനന്ദൻ. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കത്തെ പുതിയ തലത്തിലേക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ്. രണ്ട്, സാമൂഹ്യ ജീവിതത്തിലെ സർവതല സ്പർശിയായ മനുഷ്യരെ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്നതിന് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ കാഴ്ചപ്പാടോടെ മുന്നോട്ടേക്ക് നയിച്ച കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവി. ഈ രണ്ട് തലങ്ങളിൽ വേണം നമുക്ക് സഖാവ് VSനെ കാണാൻ. ഇവിടെ പറഞ്ഞു 1923 ജനനം, കഴിഞ്ഞ 2023 100 വർഷം പിന്നിട്ടത്. കഴിഞ്ഞ വർഷം 2025 നമ്മെ വിട്ടു. വളരെ ചെറുപ്പത്തിൽ, പറഞ്ഞാൽ ഒരു കുട്ടിയായിരിക്കുന്ന ഒരു മുതിർന്ന യുവാവായി വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ അദ്ദേഹം ജീവിതത്തിൻ്റെ ഏറ്റവും പിന്നാമ്പുറത്തുള്ള ഒരു കുടുംബാംഗം എന്ന നിലയിൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറുകയാണ്. അങ്ങനെയാണ് ടൈലറായിട്ട് മാറുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് കയർ തൊഴിലാളി ആയിട്ട് ഫാക്ടറിയിൽ അതിൻ്റെ ഭാഗമായിട്ട് മാറും. അവിടെ നിന്നാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവകാരിയെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും അമരക്കാരനായിട്ട് നിലകൊണ്ട സഖാവ് കൃഷ്ണപിള്ള, സഖാവ് VSനോട് അവിടെ സംഘടന കെട്ടിപ്പടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെയാണ് തൊഴിലാളികൾക്കിടയിൽ VS അച്യുതാനന്ദൻ്റെ അനുസ്മരണ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. സമൂഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നാടിനുവേണ്ടി ജീവിച്ച് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വിപ്ലവകരമായൊരു നേതാവാണ് VS എന്നൊക്കെയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്.